ധന്യ, ഞാൻ നിൽക്കുന്നത് വയനാട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ 500-ലേറെ പേർ ഈ ക്യാമ്പിൽ ഉണ്ട്. ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ള ആളുകളാണ് ഈ ക്യാമ്പിൽ ഉള്ളത്. പലരും സാഹസികമായി രക്ഷപ്പെട്ട ആളുകൾ കൂടിയാണ്. ഈ വലിയ ദുരന്തത്തിൽ നിന്ന് വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, വീടുകൾ വെള്ളം കയറി വാസയോഗ്യമല്ലാത്ത ആളുകളുണ്ട്, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ 500-ലേറെ പേർ ഈ ക്യാമ്പിൽ മാത്രം കഴിയുകയാണ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഈ ഉരുൾപൊട്ടൽ സമയത്ത് ഓടി രക്ഷപ്പെട്ട മറ്റൊരു ആൾ കൂടി നമ്മളൊപ്പം ചേരുകയാണ്. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ആസിയാണ്. വീട് ചൂരൽമലയാണ്. ചൂരൽമലയാണ് പ്രദേശം. ഞങ്ങൾ ചൂരൽമല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ തേയില നുള്ളാൻ പോകും. 5 മണിയാകുമ്പോൾ ഞങ്ങൾ വീടെത്തും. അങ്ങനെ ഞങ്ങളെല്ലാവരും ജാതിഭേദം ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ കൂട്ടവും കുടുംബങ്ങളും എല്ലാം പോയി കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ വന്നത് അറിയുന്നത്? എങ്ങനെയാണ് വീടിന് പുറത്തേക്ക് പോകുന്നതൊക്കെ എപ്പോഴായിരുന്നു? വീട്ടിന്റെ പുറത്തേക്ക് ഞങ്ങൾ പോകുന്നത് 3 മണിക്കാണ്. ഫസ്റ്റ് 1 മണിയാകുമ്പോൾ പൊട്ടി. അപ്പൊ ഞങ്ങൾ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തിറങ്ങി ടോർച്ച് അടിച്ച് നോക്കി. വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭർത്താവ് ചോദിച്ചു, എന്താ നീ നടക്കണു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, പുഴയിൽ വെള്ളം കൂടിയിരിക്കണം തോന്നുന്നു, ഉമ്മ എല്ലാവരും ഉണ്ടല്ലോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഉണ്ട് ഞങ്ങൾ ഉമ്മ വിളിച്ച് കരയും, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പറഞ്ഞു. അപ്പൊ മോൻ എന്താ കാട്ടി, 1 മണിയാകുമ്പോൾ ചൂരമല ടൗണിലേക്ക് ഇറങ്ങി. ചൂരമല ടൗണിൽ ഇറങ്ങി. പിന്നെ ഞങ്ങളെ പ്രദേശത്ത് ആണുങ്ങൾ ആരും ഉണ്ടായിട്ടില്ല. എല്ലാവരും ചൂരമലക്ക് ഓടുകയാണ്, എല്ലാവരും രക്ഷപ്പെടുത്തണേ പറഞ്ഞിട്ട്. അവർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, വണ്ടി വാഹനം എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്, അവർ അങ്ങോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഇല്ല, JCB വന്ന് മണ്ണും കല്ലൊക്കെ മാറ്റിയതിന്റെ ശേഷം രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വീണ്ടും 3 മണിയാകുമ്പോൾ ഒരു പൊട്ട് കേൾക്കണം. അപ്പൊ കുട്ടികളൊക്കെ ഉറങ്ങായിരുന്നു. അപ്പൊ ഞങ്ങള് എന്താ ചെയ്യാ പറഞ്ഞിട്ട് അയൽവാസികൾ എല്ലാവരും കരയി. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഓടി രക്ഷപ്പെടണേ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുട്ടികളൊക്കെ ഉറങ്ങായിരുന്നു. അതിലെല്ലാവരും കുട്ടികളൊക്കെ വഹിച്ചിട്ട് ഓടുകയാണ്, കാപ്പിക്കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഓടുകയാണ്. അവിടെ ആനയും ഇറങ്ങിയിട്ടുണ്ടായി. അപ്പൊ എല്ലാരും ഓടിക്കൊളി രക്ഷപ്പെടുത്തുക. അപ്പൊ ഭയങ്കര അപാരമായ സൗണ്ട് കേൾക്കണം, വീടുകളൊക്കെ കുലുങ്ങണം, എല്ലാ സൗണ്ടും ഞങ്ങൾ കേൾക്കണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ അടുത്ത് കൂടെ വെള്ളം വരികയാണ് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്തിട്ട് കാപ്പിത്തോട്ടത്തിന്റെ ഏതോ ഉള്ളിൽ കൂടെ ഒക്കെ ഓടി അവിടെ ഒരു സ്ഥലം കണ്ട് അവിടെ നിന്ന് അവിടെ എല്ലാവരും പോയി. ഭയങ്കര കരച്ചിലും കുട്ടികളും പിള്ളേരൊക്കെ എല്ലാം എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിൽക്കും. മോനെ വണ്ടികൾ വരും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന്. പിന്നെ അപ്പോഴത്തേനും ആൾക്കാർ വണ്ടികളൊക്കെ വന്ന് ഞങ്ങളെ ക്രിസ്ത്യാനി ചർച്ച് ഉണ്ടായി. ആ ചർച്ചിലേക്ക് ഞങ്ങളെല്ലാവരും കൊണ്ടുവന്ന് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മേപ്പാടി ക്യാമ്പിലേക്ക് മാറ്റി. വീടിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ? ഞങ്ങൾക്ക് വീട് പൊതുവെ ഒന്നുമില്ല. ഞങ്ങളെ തറവാട് വീട് 2 നില വീടൊന്നുണ്ടായി, അത് മൊത്തം പോയി. 1 നിലന്റെ ഒരു വീടുണ്ടായി, അതും പോയി. വീടൊന്നും എല്ലാം പോയി. ആൾക്കാർ പിന്നെ എല്ലാം കൈനാട്ടി ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു, ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. കൂടുതൽ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമായ കാര്യമാണ്. ചേച്ചി എന്താ പേരെന്താണ്? എൻ്റെ പേര് സുജാത. ഞങ്ങള് വീട് എവിടെയായിരുന്നു? ഉരുൾപൊട്ടി അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പൊ പൂച്ചേനൊക്കെ ഞങ്ങളെടുത്ത് ഇനി ഞങ്ങളെ നായി കൂടി അവിടെ 2 പെട്ട് വയ്ക്കുന്നത്, അതിന്റെ ഒരു ടെൻഷൻ തന്നെയാണ്. എല്ലാം പോയി. ഞങ്ങളുടെ അടുത്തുള്ള വീടുകളെല്ലാം പോയി. ഞങ്ങളുടെ 2 വീട് മാത്രം ഒറ്റപ്പെട്ട പോലെ ഞങ്ങളവിടെ നിൽക്കുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നേ? എൻ്റെ അനിയത്തിമാര്, മക്കള് എല്ലാവരും ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. എല്ലാവരും രക്ഷപ്പെട്ടു. ഞങ്ങൾ അപ്പുറത്തെ ചോല കൂടെ ഞങ്ങൾ എടുത്ത് ചാടി. ഇപ്പോൾ ഈ പൂച്ചയും ആ കൂട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നല്ലേ? ആരും അറിയാതെ പോയിട്ട് ഇപ്പുറത്ത് കൂടെ പോയി കടന്നു താണ്ടി എന്റെ ഭർത്താവ് എടുത്തിട്ട് വന്നതാ. എന്റെ ഇനിയൊരു പൂച്ചക്കുട്ടിയും കൂടി അവിടെ ഉണ്ട്, ചെറുത്. നായക്കുട്ടി അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇതുപോലെ ഉള്ള വളർത്തുമൃഗങ്ങളടക്കം പരിപാലിക്കുന്ന ആളുകൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു കാഴ്ച നമ്മൾ വേറെ കണ്ടിരുന്നു. അത് പക്ഷേ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു നായ മാത്രമാണ് അവർ വളർത്തുന്ന ഒരു നായ മാത്രമാണ് ബാക്കിയായത് എന്ന് പറഞ്ഞ് ആ നായയെ ചേർത്ത് പിടിച്ച് രക്ഷപ്പെടുന്ന ഒരാളെ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട വലുതാക്കിയ ഒരു പെറ്റുമായി അവര് രക്ഷപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിലും കാണുന്നത്. ആളുകൾ മാത്രമല്ല, അവരുടെ വളർത്തുമൃഗങ്ങൾ കൂടി ദുരിതാശ്വാസ ക്യാമ്പിൽ സുരക്ഷിതരായി ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഈ തരത്തിലൊക്കെയാണ് ധന്യ നമ്മുടെ അവസ്ഥകൾ ഉള്ളത്. ഈ ക്യാമ്പിൽ മാത്രം 500-ലേറെ ആളുകളുണ്ട്. 1600-ലേറെ ആളുകൾ വിവിധ ക്യാമ്പുകളിലായി 82 ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എന്ന്
കാരണം ഞങ്ങൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ അവിടെ താമസിക്കുക? സുരക്ഷിതം ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഞങ്ങൾ കുട്ടികളൊക്കെ വെള്ളാർമല സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പണിക്ക് പോകുക? അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സുരക്ഷിതം നിങ്ങൾ കണ്ടെത്തണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? മക്കളാണ്, കുഞ്ഞു മക്കളാണ്. 4 വയസ്സുള്ള ഒരു മോളുണ്ട്, 10 വയസ്സുള്ള മോളും മോനുമാണുള്ളത്. അവരെ ഇനി നമുക്ക് അവിടെ നിർത്തിയിട്ട് പോവാൻ നമുക്ക് പറ്റൂല. വീടിന്റെ അവസ്ഥ എന്താ? വീടിന്റെ അവസ്ഥ കാരണം വീട് പോയിട്ടില്ല, പക്ഷെ അവിടെ നിൽക്കാൻ ഇനി കഴിയില്ല. മേലെ ഭാഗത്തിന് പൊട്ടി, ഇനി അടുത്ത പൊട്ടിയാൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി പോകും. നമുക്കൊരു സുരക്ഷിതമല്ല അവിടെ. തീർച്ചയായും ഒരു സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിൽ സുരക്ഷിതമായി മാറി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം. അത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സുരക്ഷിതമായിരിക്കുക. അതിനുശേഷം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും മറ്റു സന്നദ്ധ സംഘടനകളും ഒക്കെ നമ്മുടെയൊക്കെ കൂടെയുണ്ട്. വീടുകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സഹായം തീർച്ചയായിട്ടും വിദ്യാഭ്യാസങ്ങൾ എന്തായാലും കൊടുക്കണം. നമ്മളെ മക്കള്, ചെറിയ മക്കളെ വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റൂലല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള എല്ലാം നിങ്ങൾ ചെയ്തു തരണം. പിന്നെ നമ്മൾക്ക് സ്വത്തൊന്നും അങ്ങനെ ഒന്നല്ല, നമുക്ക് ഇരിക്കാനൊരു കയറി കിടക്കാനൊരു ഇടം, അത് ഞങ്ങൾക്ക് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സംവിധാനങ്ങൾ ചെയ്തു തരണം. തീർച്ചയായും പ്രളയം ഉൾപ്പെടെ പുത്തുമലയിലെ ഉൾപ്പെടൽ ഉൾപ്പെടെ ഒക്കെ അതിജീവിച്ച ആളുകളാണ്. അതിലൊക്കെ പെട്ടുപോയവരെ ചേർത്ത് പിടിച്ചവരാണ് കേരളത്തിലെ മനുഷ്യർ. തീർച്ചയായും ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരെയും നമ്മുടെ കൂടെയുള്ള നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ തീർച്ചയായും സഹായങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്നുള്ള ആശ്വാസവും പ്രതീക്ഷയോടും കൂടി തന്നെ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏറ്റവും സമാധാനപരമായി ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസത്തിൽ നമുക്ക് ഇവിടെ നിൽക്കാം. അതിനുശേഷം ഈ ദുരന്തം അവസാനിച്ച് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ശേഷം നമുക്ക് തീർച്ചയായും അത്തരം നടപടികളിലേക്ക് തീർച്ചയായിട്ടും പോകും. എല്ലാ സഹായങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനവും സന്നദ്ധ സംഘടനകളും മറ്റു സുമനസ്സുകളും ഒക്കെ ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെ നമുക്ക് തന്നെ മുന്നോട്ട് പോകാം. ഏതായാലും ഈ ക്യാമ്പുകളിൽ നിരവധി ആളുകൾ കഴിയുകയാണ്. അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, അത്ഭുതകരമായി രക്ഷപ്പെട്ടവരുണ്ട്. ഏതായാലും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രാഥമിക സൗകര്യങ്ങളൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകുന്നുണ്ട്. മെഡിക്കൽ സഹായമുണ്ട്, മാനസിക പിന്തുണ നൽകാനുള്ള മറ്റു മാർഗങ്ങളുണ്ട്, ഭക്ഷണം നൽകുന്നുണ്ട്. എല്ലാം കൃത്യമായി തന്നെ ഈ ക്യാമ്പുകളിൽ നൽകുന്നുണ്ട്.